ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഉണ്ണിത്തണ്ട് വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമല്ലോ, വാഴപ്പിണ്ടി ഉണ്ണിത്തണ്ട് എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അധികം നാരൊന്നും ഉണ്ടായിരുന്നില്ല. സൈഡത്തെ ഞാനിങ്ങനെ കത്തി വെച്ചിട്ട് തന്നെയാണ് കളഞ്ഞത് കേട്ടോ. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഞാൻ കുറച്ച് ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകും ഈ ഉഴുന്നും കൂടി അവിടെ കിടന്ന് പൊട്ടട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് ചുവന്ന മുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമുള്ളത് സവാളയാണ് കേട്ടോ. അപ്പോൾ ചുവന്ന മുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള ഒരു ഹാഫ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കങ്ങ് വഴറ്റിയെടുക്കാം. ഏകദേശം വഴന്ന് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നന്നായി ഇങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തീയെല്ലാം സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതല്ലെങ്കിൽ അടച്ചു വെച്ചിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ ചെറുപയർ കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. വാഴപ്പിണ്ടി ഒറ്റയ്ക്കൊന്നും കൊടുത്താൽ ഇവിടെ ആരും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുപയർ ഞാനൊരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചേർക്കാമെന്നും പറഞ്ഞിട്ട് തേങ്ങയിൽ 2 മണി കുരുമുളകും ഒരു കറിവേപ്പിലും 2 ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കുന്നുണ്ട്. അരയ്ക്കൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത്. പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ജീരകം ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കതൊന്നും അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു. അപ്പോൾ തേങ്ങ ചതച്ചതും കൂടി ഈ വാഴപ്പിണ്ടിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയറും വെന്തൊക്കെ നന്നായി വെന്ത് വന്നു. ഇനി നമുക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ 2-3 വെജിറ്റബിൾസോ ഈ പയറുവർഗ്ഗങ്ങളോ എന്തെങ്കിലും മിക്സ് ചെയ്തൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പയറിൻ്റെ ഗുണവും കിട്ടും, ഈ വാഴപ്പിണ്ടിയുടെ ഗുണവും കിട്ടും. ഇപ്പോൾ എന്തെങ്കിലും ഷുഗർ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിലും ഒരേ ഫുഡ് തന്നെ കുറേ ക്വാണ്ടിറ്റി കഴിക്കാതെ 2-3 ഐറ്റംസ് മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഈ വാഴപ്പിണ്ടിയിലൊക്കെ നല്ല ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ നന്നായി റെഡിയായിട്ടോ. ചെറുപയറല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ വാഴപ്പിണ്ടി ഒരുവിധം വെന്തതിന് ശേഷമാണ് തേങ്ങയും ചെറുപയറൊക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഉപ്പേരി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ഉപ്പും എരിവൊക്കെ നോക്കണേ. അപ്പോൾ ചോറ് വിളമ്പി, അതിന് ശേഷം എനിക്ക് മോരുകറിയായിരുന്നു കേട്ടോ. മോരുകറി വിളമ്പിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ. അപ്പം ഞാൻ ചെയ്യുന്നത് ചോറ് കുറച്ചിട്ട് ഈ സൈഡ് വരുന്ന സാധനങ്ങളെല്ലാം കൂടുതൽ കഴിക്കും. അതായത് നമ്മുടെ പച്ചക്കറികൾ, പിന്നെ മീനിൻ്റെ കുറച്ചുണ്ടായിരുന്നു, അതുപോലെ മുട്ടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും പ്രോട്ടീൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെജിറ്റബിൾ നമുക്ക് കൂടുതൽ ഫൈബറും കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോൾ കഴിക്കുമ്പോഴും ഒരു ഹെൽത്തി പ്ലേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം കേട്ടോ. ഹെൽത്തി പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ചോറാണെങ്കിൽ അത് കാർബോഹൈഡ്രേറ്റ് ആണ്, അത് വേണം. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം വേണം. പിന്നെ ഫൈബറും വേണം കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ട് എല്ലാവരും അങ്ങ് ഫുഡ് കഴിച്ചോട്ടെ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.